ഇന്നലെ വന്ന ഏറ്റവും ചൂടുള്ള വാർത്തയായിരുന്നു പി വി അൻവർ MLA അറസ്റ്റ്. DFO ഓഫീസ് ആക്രമിച്ചു എന്നുള്ള കേസിലാണ് ഇപ്പോൾ അദ്ദേഹം റിമാൻഡിൽ കഴിയുന്നത്. എന്നാൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിയമ പോരാട്ടം അദ്ദേഹം തുടരും. മാത്രമല്ല ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കും പി വി അൻവർ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി പോലീസിന്റെ അടുത്ത നീക്കം എന്നറിയാൻ ദീപക് തർമ്മണം കൂടി നമുക്കൊപ്പം ചേരും. അതുപോലെ നിലമ്പൂരിൽ നിന്ന് സമീർ ബിൻ കരീം അൻവറിന്റെ വീടിന് മുന്നിൽ നിന്ന് ചേരുന്നുണ്ട്. അൻവറിന്റെ വീട്ടിൽ നിന്നാണ് പി വി അൻവറെ അവരെ അറസ്റ്റ് ചെയ്ത് കുറേ സമയം വാദപ്രതിവാദമൊക്കെ നടന്നതിന് ശേഷമാണ് ഈ അറസ്റ്റ് ഉണ്ടായത്. മാത്രമല്ല നിയമസഭാ സ്പീക്കറിന്റെ അനുമതി ഉണ്ടോ എന്ന് പി വി അൻവർ MLA ചോദിച്ചു. എന്നാൽ അനുമതിയോടെയാണ് തങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് പോലീസ് സംഘം അറിയിച്ചു. അറസ്റ്റിന് കീഴടങ്ങുകയല്ലാതെ മറ്റ് മാർഗമില്ലാതെ പി വി അൻവർ അവസാനം അറസ്റ്റിന് സമ്മതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദീപക് തർമ്മടം ചേരുന്നു. ദീപക് തർമ്മടം, ഗുഡ് മോർണിംഗ്. ദീപക്, യു ആർ വെൽക്കം ടു ട്രിവാൻഡ്രം. തിരുവനന്തപുരം മ്യൂസിയത്തിലേക്കാണ് സ്വാഗതം. പറയൂ, പി വി അൻവറിന്റെ വിശേഷങ്ങൾ, പോലീസിന്റെ പ്രശ്നങ്ങൾ പറയൂ. SK, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് പഴുതടച്ചാണ് പി വി അൻവർ MLA അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ച വരുത്താതെ സമയമെടുത്തുകൊണ്ടുള്ള അറസ്റ്റായിരുന്നു. വേണമെങ്കിൽ രാവിലെ ഈ DFO ഓഫീസിൽ അക്രമം നടന്ന ഉടൻ തന്നെ പി വി അൻവറിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്യാതെ വളരെ കൃത്യമായി കരുതലോടുകൂടി അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ കൃത്യമായി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട്, അതായത് ഡിജിറ്റൽ എവിഡൻസ് ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് ഈ അറസ്റ്റ് നടപടി. അതിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PDPP ആക്ട് 1984 ആക്ടാണ്. പൊതുമുതൽ നശീകരണ നിരോധന നിയമമാണിത്. ആ വകുപ്പിലെ 3(1) സെക്ഷൻ ചുമത്തിയിരിക്കുന്നു. അത് ഗുരുതരമായ വകുപ്പാണ്. ജാമ്യം കിട്ടണമെങ്കിൽ നഷ്ടപ്പെടുത്തിയ തുകയുടെ ഇരട്ടി കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രം ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പാണത്. നേരത്തെ SK ഓർമ്മയുണ്ടാവും, KSRTC ആക്രമണ കേസുകളിലൊക്കെയാണ് ഈ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരുന്നത്. സർക്കാർ ഓഫീസുകൾ തകർക്കുമ്പോഴും ഇത്തരം ഗുരുതര വകുപ്പുകൾ ചുമത്താറുണ്ട്. മാത്രമല്ല ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി വേണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സർക്കാരിന് നിർദ്ദേശം നൽകിയതുമാണ്. മറ്റു വകുപ്പുകൾ BNS വകുപ്പുകളാണ്. BNS 189(2), 329(3), 332C, അതുപോലെ തന്നെ 132, 121, 190, 191 വകുപ്പുകൾ, ഏതാണ്ട് 10-ലേറെ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. ഈ വകുപ്പുകളെല്ലാം തന്നെ കോടതിയിൽ തെളിയിക്കാനാവുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SKN, ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ നിന്ന് പി വി അൻവറിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് നമുക്കൊപ്പം സമീർ ബിൻ കരീം കൂടി ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, യഥാർത്ഥത്തിൽ പി വി അൻവറിന്റെ വീട്ടിലിപ്പം ആരെങ്കിലും ഉണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ജാമ്യാപേക്ഷ എന്തായാലും കൊടുക്കും, നമുക്കറിയാം. പക്ഷേ ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിശദാംശങ്ങൾ. SK, ഞാനിപ്പോൾ നിൽക്കുന്നത് പി വി അൻവറിന്റെ ഒതായിലെ പുത്തൻ വീട്ടിലാണ്. ഈ വീട്ടിൽ നിലവിൽ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. പ്രവർത്തകരോ അല്ലെങ്കിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരോ ആരും തന്നെ നിലവിൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇന്ന് രാവിലെ തന്നെ പി വി അൻവർ നിലമ്പൂർ CJM കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിവേഗത്തിൽ തന്നെ ജാമ്യാപേക്ഷ നൽകി ജാമ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് പി വി അൻവറിന്റെ ഒരു തീരുമാനം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സ്വാഭാവികമായും ഈ അപേക്ഷ നൽകുന്ന സമയത്ത് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ നഷ്ടപ്പെടുത്തിയ അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പണം എല്ലാം തന്നെ നഷ്ടപ്പെട്ട പണം തിരികെ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ മാത്രമേ ജാമ്യം ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതോടൊപ്പം തന്നെ നിലവിൽ പി വി അൻവർ ഉള്ളത് തവനൂർ സെൻട്രൽ ജയിലിലാണ്. ഇവിടെയാണ് പി വി അൻവറിന്റെ ജയിൽവാസം നടക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ മഞ്ചേരി സബ് ജയിലിലേക്കാണ് കൊണ്ടുപോകുക എന്ന് കണക്ക് കൂട്ടിയിരുന്നെങ്കിലും തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് പി വി അൻവറിനെ മാറ്റിയിരിക്കുന്നത്. നിയമപോരാട്ടം എല്ലാ തലങ്ങളിലും തുടരുമെന്നുള്ളതാണ് പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെ അതിവേഗത്തിൽ തന്നെ ജാമ്യാപേക്ഷ നൽകുമെന്ന് തന്നെയാണ്. സ്വാഭാവികമായും ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനാണ് പി വി അൻവറിന്റെ തീരുമാനം. അതിന്റെ സൂചനകൾ പി അൻവർ ഇന്നലെ നൽകുകയും ചെയ്തിരുന്നു. ഈ പിണറായി വിജയനും അതോടൊപ്പം തന്നെ P ശശിയുമാണ് തന്റെ അറസ്റ്റിന് പിന്നിൽ എന്നുള്ളതാണ് പി വി അൻവർ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം വർഗീയതയുടെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഒരു വർഗീയതയുടെ ഇരയാണ് താനെന്നും അതുകൊണ്ടാണ് താൻ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള രാഷ്ട്രീയമായുള്ള നീക്കങ്ങളായിരുന്നു പി വി അൻവർ ഇന്നലെ പറഞ്ഞത്. പി വി അൻവർ MLA വസതിക്ക് മുന്നിൽ നിന്ന് നമുക്കൊപ്പം